അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഓരോ സിറ്റുവേഷനിലും എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ വെറും മരവാഴയാണല്ലോ ഞാനെന്ന് തോന്നിയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇനിയിപ്പോൾ അതല്ല, എന്താ പറയുക, അയ്യോ എന്നെക്കാളും കൂടുതൽ ആൾക്കാർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് ഒരു ഡിഗ്രി എടുത്തിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് പോകുന്നതെന്ന് തോന്നിയിട്ടുള്ള നിമിഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം ഡിഗ്രി എടുത്തു, സ്കൂളിങ് കഴിഞ്ഞു, കഷ്ടപ്പെട്ട് സ്കൂളിങ് കഴിഞ്ഞു, ഡിഗ്രി എടുത്തു, അതും 10,000 കണക്കിന് ആൾക്കാരുടെ സജഷൻസ് കേട്ടിട്ട് ഒരു ഡിഗ്രി എടുത്ത് വെച്ചിട്ടുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രിയൊക്കെ എടുത്ത്, നല്ല ഡിഗ്രിയൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടുള്ള ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒട്ടും തൃപ്തിയില്ലാണ്ട്, ഒട്ടും സന്തോഷമില്ലാണ്ട്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും അവർ. മെയിൻലി അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇങ്ങനത്തെ തോട്ട്സ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ വരുന്നത്? നമ്മൾ കാര്യമായിട്ടൊരു ഡിഗ്രി പഠിച്ചെടുത്തിട്ട് പക്ഷെ നമ്മൾക്ക് എന്നാൽ സന്തോഷത്തിലൊരു ജോബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ല. ആൻഡ് അതേപോലെ തന്നെ സെയിം ടൈമിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ പിള്ളേർ വളരെ ഈസി ആയിട്ട് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നത്. അത് കാണുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നിയിട്ടില്ലെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അക്വയർ ചെയ്തെടുത്തിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കേസിന് എടുക്കുവാണെങ്കിൽ ഞാനൊരു PG ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഞാൻ ഈ 8 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ എനിക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BCA പഠിച്ചിട്ട് കിട്ടുന്ന ജോബിനേക്കാളും കൂടുതൽ ഏർണിങ്സ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഞാൻ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്തിട്ട്, അതായത് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്ത്, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട്, ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടിട്ട്, കുറേ ഹാപ്പി മൊമെൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് സമാധാനത്തിലിരുന്നിട്ട് ജോലി ചെയ്തിട്ടാണ് എനിക്ക് ആ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. സോ അതിന് ഞാനും എക്വയർ ചെയ്തിട്ടുള്ള ഒരു സ്കിൽ സെറ്റാണ്, അല്ലെങ്കിൽ ഈ 2025 നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ടാഗ് ലൈൻ പോലെ തന്നെ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളിപ്പം കുറച്ച് കാലങ്ങളായിട്ട് എവിടെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജോബ്. ശരിക്കും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ എന്തെല്ലാം സ്കിൽസ് നമുക്ക് ഉണ്ടായിരിക്കണം? പലരും പല പരസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. +2 കഴിഞ്ഞവർക്ക് പഠിക്കാം, ബേസിക് കമ്പ്യൂട്ടർ നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ചെറിയ പൈസക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കാം, ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിനെ കൊണ്ടൊക്കെ കാര്യമുണ്ടോ? അതും കേട്ട് വെറുതെ ഒരാൾ പോയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങുമ്പം എവിടെ എൻ്റെ ജോബ്, അല്ലെങ്കിൽ എവിടെ നിങ്ങൾ പറഞ്ഞ ഒരു ലക്ഷക്കണക്കിന് വരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്കിൽ സെറ്റ്സ് നിങ്ങൾക്കില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളൊരു കോഴ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ആ മെയിൻ ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വളരെ ഈസി ആയിട്ട് ലക്ഷക്കണക്കിന് പൈസ നിങ്ങൾക്ക് മാസത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളും കുറച്ച് കഷ്ടപ്പെടണം. തുടക്കത്തിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് നല്ല പൈസയും ഏൺ ചെയ്തിട്ട് ജീവിക്കാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അക്വയർ ചെയ്യേണ്ട കുറച്ച് സ്കിൽ സെറ്റ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ സ്കിൽ സെറ്റാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പിന്നെ ടെക്നിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്, ദെൻ റിസർച്ച് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തന്നെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടീം സെറ്റിങ്സ് ഉണ്ട്, ഡെവലപ്പിംഗ് റിപ്പോർട്ട്സ് ഉണ്ട്, പിന്നെ നോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആൻഡ് ലോജിക്കൽ തിങ്കിങ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നതിന് റീസൺ, ഒരിക്കലും നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഒരു ജോബ് മാത്രം ചെയ്തിട്ട് അവിടെ എന്താ പറയുക അടിമയായിട്ട് പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല. നമ്മൾക്ക് എപ്പോഴും എന്താണ് കയറി വരണം. സോ അങ്ങനെ കയറണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റണം, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റണം. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു ടീമിനെ മാനേജ് ചെയ്യുന്ന സമയത്താണെങ്കിലും, നിങ്ങൾ
സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് അത് വൃത്തിക്ക് നല്ല രീതിയിൽ മെനക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പം ഏറ്റവും അതിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു ആൾക്കാർക്ക് കൂടുതലും പ്രശ്നം തോന്നുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് അറിയണം എന്നുള്ളത്. ഇംഗ്ലീഷ് അറിയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയണം. ഞാൻ വെറുതെ അറിയേണ്ട ആവശ്യമില്ല ഒന്നൊന്നും പറയില്ല. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒന്ന് കയറി പോകണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയണം. എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയണോ എന്നല്ല ഞാൻ പറയുന്നത്. കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. സോ അത് കുറച്ച് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെപ്പോഴും മൈൻഡിൽ വെക്കുക. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ആൾക്കാർക്കും അത് പക്കാ മനസ്സിലാവും. സോ അതേപോലെ നിങ്ങൾക്കൊരു ടീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോജിക്കൽ തിങ്കിങ്. നിങ്ങൾക്ക് ആലോചിക്കാനും ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പണി നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സെർച്ച് എഞ്ചിൻ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ആഡ് ക്യാമ്പയിൻസ് ആയിക്കോട്ടെ. ഇവിടെ എല്ലാം നിങ്ങൾ പല രീതിയിലാണ് തിങ്ക് ചെയ്യേണ്ടത്. അതായത് ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആരാണ് അവരെക്കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യണം. അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക. ഇതെല്ലാം തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിനെ കൊണ്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യിപ്പിക്കാനോ സർവീസസ് എടുപ്പിക്കാനോ സാധിക്കുകയുള്ളൂ. സോ ദിസ് തിങ്കിങ് ഇസ് ക്രൂഷ്യൽ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഓരോ സിറ്റുവേഷനിലും എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്, അവരെങ്ങനെയായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പം എങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്. ആൻഡ് വേറൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് റോഡിൽ കൂടെ നടന്നു പോകുമ്പം ഏതെങ്കിലും പരസ്യങ്ങൾ കാണുവാണെങ്കിൽ, പരസ്യത്തിൻ്റെ ബോർഡുകൾ കാണുവാണെങ്കിൽ ഈ ക്യാപ്ഷൻ എന്തുകൊണ്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക, ഇതുകൊണ്ട് അവരെന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്ത് അത് പതിയെ നിങ്ങളുടെ ഒരു നിങ്ങളൊരു യൂഷ്വൽ കാര്യമാക്കി മാറ്റുക. അപ്പം ആ ഒരു കാര്യം സിമ്പിളായിട്ട് നിങ്ങളുടെ വർക്കിലോട്ടേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നുള്ളതാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് റിപ്പോർട്ടിംഗ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൺവെൻഷണൽ മാർക്കറ്റിംഗ്, അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ വേർതിരിച്ച് പറയുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. സോ ഡേറ്റ മെഷർ ചെയ്ത് അതിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ അനലൈസ് ചെയ്തിട്ട് ബെറ്റർ സ്ട്രാറ്റജീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന കുറച്ച് ടൂൾസിനെ കുറിച്ച് നമ്മൾക്ക് അറിയണം. വളരെ ബേസിക് ആയിട്ടുള്ള ടൂൾസാണ് ഗൂഗിൾ ഡ്രൈവിൽ നമ്മളുടെ സ്പ്രെഡ്ഷീറ്റ്സ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും PPT പ്രസൻറ്റേഷൻ ഇതൊക്കെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടൂൾസാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്ലയൻറ്റിന് ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്ലയൻറ്റിനെ പിച്ച് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചോ. ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് വെറുതെ വായന കൊണ്ട് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കയ്യിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, ഡേറ്റ അനലൈസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡ്രോപ്സ് വരുന്നത്, എന്തൊക്കെയാണ് ഫ്ലോസ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിക്ചറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. സോ ആ ഒരു സ്കില്ലും നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നത് വരുന്നത് നമ്മളുടെ ബേസിക് മാർക്കറ്റിംഗ് നോ ഹൗ. മാർക്കറ്റിംഗ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓൺലൈൻ ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അവിടെ ബേസിക് ആയിട്ട് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനെ നമ്മൾ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് ഉണ്ട്, അല്ലെങ്കിൽ STP ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഉണ്ട്. അതൊക്കെ മാർക്കറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് ആക്ച്വലി നിങ്ങളെ ബെറ്റർ ആയിട്ട് ഒരു മാർക്കറ്റിംഗ് ഫണൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ആൻഡ് ആ ഫണലിലാണ് ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഡിഫറെൻറ്റ് ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. സോ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് ഓഫ് മാർക്കറ്റിങ്ങും നിങ്ങൾ അക്വയർ ചെയ്യേണ്ട നോളേജാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ആൻഡ് അടുത്തതാണ്
ബേസിക് ആയിട്ട് നമ്മൾക്ക് ഗൂഗിളിങ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മളെല്ലാവരും വെറുതെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് ചുമ്മാ കുറച്ച് സമയങ്ങൾ കളയുന്നുണ്ടല്ലേ. അതിന് പകരം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, റിസർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗൂഗിളിങ് ചെയ്യാം. ഇന്നും ഇപ്പം 8 years ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ടെങ്കിൽ കൂടിയും എന്നെ ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിർത്തുന്നതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഗൂഗിളിംഗ് ആണ്. റിസർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ പണി പോകുന്നുള്ളത് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കയറി വരുന്നത്. അപ്പം അവിടെ കോമ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡ് നല്ല രീതിയിൽ നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്ത് അപ്ഡേറ്റഡ് ആയേ മതിയാവുള്ളൂ. സോ അതിന് മടിയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കേണ്ട, ഈ സ്കില്ല് പഠിക്കാൻ നിങ്ങൾ നോക്കേണ്ട. ഗൂഗിളിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുക, അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റണം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ക്രൂഷ്യൽ ഫോർ ദിസ് സ്കിൽ സെറ്റ്. ഓക്കെ. ആൻഡ് പിന്നെ നമ്മൾ പറയുന്നതാണ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്. പ്രോബ്ലം സോൾവിങ്ങും ഈ പറഞ്ഞ പോലെ ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സംഭവമാണ്. നമ്മൾ തിങ്ക് ചെയ്ത് നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലംസിനെ നമ്മൾക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം. പല രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലയൻറ്റ് വരുന്നത്. സോ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് കയറാത്തത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന് എന്ത് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി നമുക്കിത് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. പകരം അതിനെന്ത് സൊല്യൂഷനാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക, അതാണ് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ക്ലയൻസ് ആണെങ്കിലും ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ആൻഡ് എനിക്കറിയാം ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കിൽസ് അല്ല. ഇതെല്ലാം പതിയെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ടാക്കാനായിട്ട് നോക്കിക്കോളൂ. അതിപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിട്ടാണെങ്കിലും, നിങ്ങൾ സ്വന്തം കുറേ കോഴ്സസ് നോക്കി പഠിച്ചിട്ടാണെങ്കിലും, ഇനി അതല്ല ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പഠിച്ചിട്ടാണെങ്കിലും, ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിലും, ഓൺലൈനിൽ പഠിക്കുകയാണെങ്കിലും, എങ്ങനെ പഠിക്കുകയാണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി വരുന്ന വർഷം നിങ്ങൾക്കുള്ള വർഷമായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമാധാനത്തിൽ ഇരുന്നിട്ട് ആൾക്കാരെ കണ്ട് വളരെ കൂളായി ഇരുന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടിയും പറയാണ്, പാഷനേറ്റ് ആണെങ്കിൽ മാത്രം ഈ ജോബ് ചൂസ് ചെയ്യുക. ബിക്കോസ് ഇതിൽ ഡിഫറെൻറ്റ് നീഷസ് ഉണ്ട്. നിങ്ങൾ വൺസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് ഏരിയയിലോട്ടേക്ക് പോകണം എന്നുള്ളത്. ലൈക്ക് ഇപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ SEO മാത്രം നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രം നോക്കിയാൽ മതിയോ, അങ്ങനെ ഡിഫറെൻറ്റ് നീഷസ് ഉണ്ട്. അപ്പോൾ വൺസ് നിങ്ങളിത് പഠിച്ചു കഴിയുമ്പം ഇതിനെക്കുറിച്ച് ഓവറോൾ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങൾ ഭയങ്കര നമ്പേഴ്സ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിങ്ങിലോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോപ്പി റൈറ്റിങ്ങിന് ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, SEO ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല നീഷസ് ഞാൻ ചെയ്തിട്ട് പല സ്ഥലത്തുനിന്ന് എനിക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മൾക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഓഫീസ് 9 to 10 ജോബ് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 9 to 10 ജോബ് ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഫ്രീലാൻസിങ്ങും കൂടി ചെയ്തിട്ട് ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ ഫ്രീലാൻസിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ എങ്ങനെ ഫ്രീലാൻസിങ് വർക്ക്സ് എടുക്കാം, എങ്ങനെ ഫ്രീലാൻസിങ് വർക്ക്സ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ആൻഡ് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.